മറ്റൊരു വാർത്തയിലേക്ക് തൃശൂർ DCCക്ക് മുന്നിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അന്വേഷണം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് പോസ്റ്റർ. തൃശൂർ DCC പ്രസ് ക്ലബ്ബ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുതൂറൊപ്പം ചേരുന്നു. ആനന്ദ്, അമ്പേ പരാജയമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടത്. അതും അവരുടെ പ്രധാനപ്പെട്ടൊരു നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാൾ അവിടെ വന്ന് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടായി, എന്നിട്ടും അത് പുറത്തുവിടുന്നില്ല. അതാരെ സംരക്ഷിക്കാനെന്ന ചോദ്യമാണോ ഈ പോസ്റ്ററുകളിൽ? തീർച്ചയായിട്ടും. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൃശൂർ DCCക്ക് മുന്നിൽ വീണ്ടും പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ പോസ്റ്ററുകൾ. ഈ പോസ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, മുരളീധരനായിരുന്നു തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. സുരേഷ് ഗോപി ഏതാണ്ട് 75,000-ഓളം വോട്ടിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സീറ്റായിരുന്ന പ്രതാപൻ ജയിച്ച ഈ മണ്ഡലത്തിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു സുരേഷ് ഗോപി ജയിച്ച് കയറിയത്. ആ സമയത്ത് തൊട്ട് തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിലെ പടലപ്പടക്കങ്ങൾ അതിന്റെ മൂർധന്യത്തിലെത്തിയിരുന്നു ഒരു തവണ. കാരണം പല തവണ അത്തരത്തിൽ പോസ്റ്ററുകൾ പ്രഖ്യാപിച്ചും DCCക്കകത്ത് കൂട്ടത്തല്ലുണ്ടാവുകയും ഈ പ്രസിഡന്റായിട്ടുള്ള ജോസ് വള്ളൂരിനെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്കെല്ലാം തൃശ്ശൂരിലെ കോൺഗ്രസ് എത്തിയിരുന്നു. ഇപ്പോൾ VK ശ്രീകണ്ഠൻ MPക്കാണ് താൽക്കാലിക ചുമതലയാണ്. ഇപ്പോഴും ഒരു സ്ഥിരം DCC അധ്യക്ഷൻ തൃശ്ശൂരിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ യുദ്ധം കോൺഗ്രസിൽ ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ DCCയുടെ മുമ്പിൽ, അതുപോലെ തന്നെ തൃശൂർ പ്രസ് ക്ലബ്ബ്, CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ തൃശ്ശൂരിലെ ഞാൻ നേരത്തെ സൂചിച്ച പോലെ തന്നെ ഈ മുരളീധരന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ DCC ഓഫീസിന് മുന്നിൽ ദിവസങ്ങളോളം തുടർച്ചയായി ആ ഇലക്ഷൻ സമയത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പോസ്റ്ററുകൾ നേതൃത്വത്തിനെതിരെ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ശരി, KPCCയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.